മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഅതി ശൈത്താനു അഹദകും, നിങ്ങളുടെ അരികിൽ ദുർബോധനം നടത്തുവാനായി ശൈത്താൻ വരികയും എന്നിട്ട് ആ മനുഷ്യൻ നിന്നിലേക്ക് ചോദിക്കുന്ന ചോദ്യം മൻ ഖലഖ കദാ, ഈ കാണുന്നവ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമത്രേ. ചില ചോദ്യങ്ങൾ സഹപാഠികളായിരിക്കാം ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മനുഷ്യരൂപത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമത്രേ. മൻ ഖലഖ കദാ, ഈ കാണുന്നത് ആരാണ് സൃഷ്ടിച്ചത് എന്ന്, ഇതാരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി അല്ലാഹുവാണല്ലോ. പിന്നീടും നിരന്തരമായ ചോദ്യം, അവൻ മൻ ഖലഖ കദാ, ഇതാരാണ് സൃഷ്ടിച്ചത്? ഇങ്ങനെ നിരന്തരമായ ചോദ്യത്തിന്റെ മറുപടി ഒരു വിശ്വാസിയുടെ മനസ്സിൽ അല്ലാഹ്, എല്ലാം അല്ലാഹുവാണ്. എന്നാൽ അവസാനം അവൻ ആ ഒരു വിശ്വാസിയോട് ചോദിക്കുന്ന ദുർബോധനത്തിന്റെ ശൈലി മുത്തുനബി പഠിപ്പിച്ചു. മൻ ഖലഖ റബ്ബക, നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്? ഏതേത് വസ്തുവിനെയും ഇവിടെ സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടാവിനെ ആവശ്യമാണെന്ന് നീ പറയുന്നുവെങ്കിൽ നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചത് ആരാണ്? മൻ ഖലഖ റബ്ബക, നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമത്രേ. പെടുന്നനെ അവന്റെ ചിന്തയിൽ അല്ല, ഇപ്പോ പടച്ചവനെ സൃഷ്ടിച്ചതാരാ? ബുദ്ധിയില്ലാത്ത ചോദ്യം, അർത്ഥശൂന്യമായ ചോദ്യത്തിന് ആശങ്കപ്പെട്ടുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്ന ഒരു മനതലങ്ങളിലേക്ക് അവന്റെ മനം മാറിക്കൊണ്ടിരിക്കുന്നു. നിരന്തരമായ കൂട്ടുകെട്ടിലൂടെ, ഇടപാടുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ. ഒരു തലയുള്ള കൈകാലുകളുള്ള റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ട് റബ്ബിന് തലയുണ്ടോ ഇല്ല, കൈയുണ്ടോ ഇല്ല. അവസാനം നിന്റെ റബ്ബ് ശൂന്യമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഉടനെ തിരിച്ചു ചോദിക്കാൻ നീ പരിചയപ്പെടുത്തിയത് എന്റെ റബ്ബല്ല എന്ന് പറയുന്ന വിവരമില്ലാത്ത മനുഷ്യൻ അത്തരം ചോദ്യങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നു. ഇതാണ് ശൈത്താൻ ഒന്നാമത്തെ മർത്തബ. വഴി പിഴപ്പിക്കുന്നതിന്റെ മാർഗത്തിൽ ഒന്നാമത് മർത്തബത്തുൽ കുഫ്രി വശ്ശിർക്കി, ശിർക്കിലേക്കും അവിശ്വാസത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒന്നാമത്തെ മർത്തബ. പ്രഭാതത്തിൽ മുസ്ലിമായ മനുഷ്യൻ ജോലിക്ക് പോയി, ജോലിയിടത്തിൽ ഒരു ചർച്ചയുടെ ഇടയിൽ ഇത്തരം ദുർബോധനങ്ങൾ ചോദിച്ചപ്പോൾ അത് ശരിയല്ലേ എന്ന് പറഞ്ഞാൽ തന്നെയും അവൻ പള്ളിയിൽ കയറിക്കോട്ടെ, അവൻ എന്തുമായിക്കോട്ടെ, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കാഫിറായി തീരുകയാണ്. ഇതൊന്നും ശരിയല്ല എന്ന് പലതും പറയുമ്പോൾ അവൻ അവിശ്വാസിയായി മാറുക വഴി അവന്റെ വിശ്വാസത്തിൽ ഞാനിപ്പോഴും വിശ്വാസിയാണ്, പക്ഷേ അവൻ അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അവന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. പിന്നെ അവന്റെ അടുക്കൽ ശൈത്താന് വലിയ പണിയൊന്നും വേണ്ട. പിന്നെ അവിടെ ശൈത്താൻ അവൻ എന്ത് ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് അവനിൽ നിന്നും പോയി കളയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മെറ്റീരിയൽ വേൾഡാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, ലോകമെന്ന് പറയുന്നത്, ആലം എന്ന് പറയുന്നത് അള്ളാഹു ഒഴികെയുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ലോകമെന്ന് പരിചയപ്പെടുത്തിയെങ്കിൽ ആ ലോകത്തിന്റെ പുറത്തുള്ള ഒരു സൃഷ്ടാവ്, ഈ ലോകത്തിന്റെ ഉള്ളിലാണ് സൃഷ്ടാവെന്ന് പറയാൻ ഒരു ബുദ്ധിയും സമ്മതിക്കുകയില്ല എങ്കിൽ ഈ വേൾഡിനെ കുറിച്ച്, അള്ളാഹു ഒഴികെയുള്ളതിനെ കുറിച്ച് മൊത്തം ഒരു വേൾഡ് എന്ന് പറയാൻ കഴിയുമെങ്കിൽ ആ വേൾഡിന്റെ പുറത്തുള്ള അൺമെറ്റീരിയലായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ, എങ്ങനെയാണ് അവനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ, അവന്റെ ദാത്തിനെ മനസ്സിലാക്കാനുള്ള ചിന്ത നമുക്കില്ല. അവന്റെ വിശേഷണങ്ങളെ നമുക്കറിയാം. അവൻ ഏകനാണ്, ഞാൻ ഏകനല്ലേ, പക്ഷേ നീ മനസ്സിലാക്കിയ ഏകനല്ല. അവൻ സമനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ മറ്റുള്ളവനെ ആശ്രയിച്ചവനല്ല. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചവനല്ല, പ്രസവിക്കപ്പെട്ടവനല്ല. ഇങ്ങനെ ഒരു ദൈവമാകാൻ, ഈ ലോകത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിക്കാൻ ഏതേത് വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളനം വേണ്ടത് ഏതിനാണോ ആ വസ്തുവെന്ന ശക്തിയെ കുറിച്ചാണ് ഒരു വിശ്വാസി അല്ലാഹ് എന്ന പേര് വിളിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും കയ്യന്താനും കലയുമുള്ള തലയുമുള്ള ഒരു വസ്തുവിനെ കുറിച്ച് നാം ദൈവം എന്ന് പറയുന്നില്ല, അള്ളാഹു എന്ന് പറയുന്നില്ല. നാം ആഴത്തിലുള്ള ചർച്ചയാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ചില കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിലൂടെ ചില ചിന്തിപ്പിക്കുന്നതായ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചിന്ത മാറ്റിക്കളയുന്ന വളഞ്ഞ വഴികളിലേക്ക് ചിന്തകൾ നമുക്ക് മെനഞ്ഞു തരുമ്പോൾ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാതെ ഞാനാണ് ഏറ്റവും വലിയ വിവരസ്ഥരെന്ന് മനസ്സിലാക്കി പോകുന്ന മനുഷ്യൻ മർത്തബത്തുൽ കുഫ്രി വശ്ശിർക്കി, കുഫ്ർ എന്ന മർത്തബയിലേക്ക് അവിശ്വാസിയായി തീരുകയാണ്. മുത്തുനബി പറഞ്ഞു, പ്രഭാതത്തിൽ മുസ്ലിമായവൻ വൈകുന്നേരം അവൻ അവിശ്വാസിയായി തീർന്നു അത്രേ.